വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. തൃശ്ശൂരിലും പാലക്കാട്ടും ഭൂചലനം. തൃശ്ശൂരിൽ ഭൂചലനം അനുഭവപ്പെട്ടത് പുലർച്ചെ 3:55-നാണ്. കുന്നംകുളം, എരുമപ്പെട്ടി, വേലൂർ, വടക്കാഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. ഏതാനും സെക്കൻഡുകളോളം ഭൂചലനം നീണ്ടുനിന്നു. പാലക്കാട് ഭൂചലനമുണ്ടായത് തൃത്താല, തിരുമിറ്റക്കോട്, ആനക്കര പ്രദേശങ്ങളിലാണ്. കൂടുതൽ വിവരങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ലെബിൻ കെ വിജയനും പാലക്കാട് നിന്ന് ആഷിഖ് റഹ്മാനുമാണ് ചേരുന്നത്. ആദ്യം ലെബിൻ കെ വിജയനിലേക്കാണ്. ലെബിൻ, കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഭൂചലനം രേഖപ്പെടുത്തിയിരുന്നതാണ് തൃശ്ശൂരിലും. എന്താണ് സംഭവം? എപ്പോഴായിരുന്നു ഈ ഭൂചലനം ഉണ്ടായത്? നാശനഷ്ടങ്ങൾ ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീണ, നാശനഷ്ടങ്ങൾ ഇതുവരെയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ന് പുലർച്ചെ 3:55 ഭൂചലനം ഉണ്ടായത്. ഇന്നലെ രാവിലെ 8:15 ഉണ്ടായ ഭൂചലനത്തിന്റെ തുടർച്ചയാണ് ഇന്നും ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇന്നലെ തന്നെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായത് ഭൂചലനമാണെന്ന് ജിയോളജി വകുപ്പും മറ്റും സ്ഥിരീകരിച്ചിരുന്നു. അതിന്റെ തുടർചലനങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാൻ സാധിച്ചിരുന്നു. കുന്നുകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെയാണ് ഇന്നലെ ഭൂചലനമുണ്ടായ സ്ഥലത്തിന്റെ പ്രദേശങ്ങളിൽ തന്നെയാണ് ഇന്നും ഭൂചലനം അനുഭവപ്പെട്ടത്. കുന്നംകുളം, കാണിപ്പയ്യൂർ, ആനയ്ക്കൽ, വേലൂർ, എരുമപ്പെട്ടി തുടങ്ങിയ ഭാഗങ്ങളിലാണ് പ്രകമ്പനമുണ്ടായത്. സെക്കൻഡുകൾ പ്രകമ്പനം നീണ്ടുനിന്നു. ഭൂരിഭാഗം ആളുകളും ഈ ഭൂചലനം ഉണ്ടാകുന്ന സമയങ്ങളിൽ ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പലരും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ഇന്ന് പുലർച്ചെ ഭൂചലനം ഉണ്ടായത്. ഇന്നലെ 8:15 ഭൂചലനം ഉണ്ടായി. 18 മണിക്കൂറുകൾക്കകമാണ് ഇത്തരത്തിൽ വീണ്ടും ഭൂചലനം ഉണ്ടാകുന്നത്. വരുന്ന മണിക്കൂറുകളിലും ഒരുപക്ഷെ നേരിയ തോതിൽ ഈ തുടർചലനങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളൊരു സൂചനകളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നു. ഏതായാലും ആളപായമോ അപകടങ്ങളോ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളോ ഒന്നും ഇല്ല. സെക്കൻഡുകൾ മാത്രമാണ് പ്രകമ്പനം നീണ്ടുനിന്നത്. ആളുകൾക്ക് ആശങ്കയുണ്ടാക്കേണ്ട ഇടയുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. വീണ, ശരി. ഏകദേശം തൃശ്ശൂരിൽ ഭൂചലനം അനുഭവപ്പെട്ടത് 3:55-നാണ്. ഇന്നലെ 8:15 ഭൂചലനം തൃശ്ശൂരിൽ ഇന്നലെ സമാനമായ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം 18 മണിക്കൂറിന് ശേഷം വീണ്ടും ഒരു ഭൂചലനം ഉണ്ടാകുമ്പോൾ അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് അധികൃതർ പറയുന്നത്. ഒപ്പം തന്നെ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയുമാണ്. സമാനമായ രീതിയിൽ പാലക്കാട് ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. തൃത്താല, തിരുമിറ്റക്കോട്, ആനക്കര പ്രദേശങ്ങളിലാണ് ഭൂചലനം ഉണ്ടായത്. പാലക്കാട് നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. ആഷിഖ്, എപ്പോഴാണ് ഈ ഭൂചലനം അവിടെ രേഖപ്പെടുത്തിയത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? തൃശ്ശൂരിന് സമാനമായി തന്നെയാണ് പാലക്കാടും ഭൂചലനം രേഖപ്പെടുത്തിയത്. 3:85 പാലക്കാടും ഈ തരത്തിൽ ഭൂചലനം രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തൃശ്ശൂരിന് സമാനമായി തൃശ്ശൂരിലെ അതിർത്തി പ്രദേശങ്ങളായ ആനക്കര, കപ്പൂർ, തിരുമിറ്റക്കോട് പ്രദേശങ്ങളിലാണ് ഭൂചലനം ഉണ്ടായത്. കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമാണ് ഭൂമികൾക്ക് ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ പോലെ തന്നെ സമാനമായി ചെറിയ രീതിയിൽ ഇന്നലത്തേന് പോലെ ഒരു വലിയൊരു പ്രകമ്പനം ഇല്ലായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. പുലർച്ചെ ആയതുകൊണ്ട് നാട്ടുകാരും വലിയ രീതിയിൽ ഇത് അറിഞ്ഞിട്ടില്ല. ചെറിയൊരു പ്രകമ്പനം ഇന്നലെ ഉണ്ടായതുപോലെ ഉണ്ടായി. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിലേതുപോലെ വലിയ നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെയും പാലക്കാട് ഇതേ സ്ഥലത്ത് പാലക്കാട് തിരുമറ്റക്കോടും ഈ ഭൂചലനം ഉണ്ടായിരുന്നു. വലിയൊരു ശബ്ദം ഇന്നലെ ഉണ്ടായിരുന്നു. 3 സെക്കൻഡുകളോളം ഇന്നലെ ഭൂചലനം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഇന്നലെ കണ്ട വാർത്ത. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങളോ ഇന്നലത്തെ പോലെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും തൃശ്ശൂരിനും സമാനമായി തന്നെ ഇന്നലെയും ഇവിടെയും ഭൂചലനം ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ രാവിലെ 8:15 ഉണ്ടായതെങ്കിൽ ഇന്ന് രാവിലെ 4 ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. വലിയ ആളപായങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നേരത്തെ തൃശ്ശൂരിൽ സൂചിപ്പിച്ചതുപോലെ ഇനിയും വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഭൂചലനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി. എന്തായാലും തൃശ്ശൂരും പാലക്കാടുമാണ് ഇന്ന് 3:55 പുലർച്ചെ 3:55 ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏതാനും സെക്കൻഡുകളോളം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഭൂചലനമായിരുന്നു. ആശ്വാസം നൽകുന്ന മറ്റൊരു വാർത്ത, നിലവിൽ എങ്ങും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. തൃശ്ശൂരിലാണെങ്കിൽ ഇന്നലെ ഏകദേശം 8:15 ഭൂചലനം രേഖപ്പെടുത്തി. ഇന്ന് വെളുപ്പിനെ പുലർച്ചെ 3:55 ഭൂചലനം. ഏകദേശം 18 മണിക്കൂർ വ്യത്യാസത്തിലാണ് നമ്മുടെ തൃശ്ശൂരിലും ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാടും സമാനമായ രീതിയിൽ തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന് ലെബിൻ കെ വിജയനും പാലക്കാട് നിന്ന് ആഷിഖ് റഹ്മാനുമാണ്.